ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്നേക്കാൾ ഒരു മെച്ചപ്പെട്ട എന്നെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ട്ടോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ. അതുകൊണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ആ ഒരു കാലയളവില് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ബഹ്റിനിൽ നിന്ന് വന്നിട്ട് ഒരു സ്കൂളില് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ജോലി നോക്കുമായിരുന്നു ട്ടോ. അപ്പൊ ആ സമയത്ത് ആ സ്കൂളിലെ HM എന്റെ ഡിഗ്രിയും ബി.എഡും യോഗ്യതയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു, നീ കേട്ടറ്റ് പരീക്ഷ എഴുതിയെടുക്കണം. ഈ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ജോലിയുടെ കുപ്പായം അഴിച്ചു വെച്ച് കേട്ടറ്റ് എഴുതിയെടുത്ത് തിരിച്ചു വരാൻ പറഞ്ഞു എന്നോട്. അപ്പം ടീച്ചർ പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ നെഞ്ചിലേറ്റിട്ടോ. എനിക്കൊരു എന്റെ നെഞ്ചിലൊരു തീപ്പൊരി വീണ പോലെയായി ആ ഒരു വാക്കുകള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ജോലി തൽക്കാലം ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ഒരു മാസം പഠിക്കാനായിട്ട് പോയിട്ടോ, കേട്ടിട്ട് പഠിക്കാനായിട്ട് പോയി. പരീക്ഷ 2 ദിവസം മുമ്പായിരുന്നു. പരീക്ഷ ഞാൻ നല്ല പോലെ എഴുതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഈ ഒരു പ്രായത്തിൽ എനിക്കിപ്പോ 33 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രായത്തില് പഠിക്കാൻ പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷേനെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇത്രയും നാളും ടീച്ചറായി ജോലി ചെയ്ത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയോ സ്റ്റുഡന്റായി ഇരിക്കുക എന്ന് പറയുന്നത് അതെന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇത് നേടിയെടുക്കണം എന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഞാൻ ക്ലാസ്സിന് പോയതും. പരീക്ഷ നല്ല പോലെ എഴുതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പാസ്സായി വരും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ബി.എഡോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സോ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ്, ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ജോലിക്ക് പോയിരുന്ന ആ സ്കൂളില് ഒരുപാട് ടീച്ചേഴ്സ് വളരെ ബുദ്ധിപരമായി തന്നെ അവരുടെ സമയം വിനിയോഗിച്ചു എന്നുള്ളതാണ്. അവര് TTC കഴിഞ്ഞ് അപ്പൊ തന്നെ ഒരു PSC പരീക്ഷയൊക്കെ എഴുതി, ഗവൺമെന്റിന്റെ പരീക്ഷയൊക്കെ എഴുതി വളരെ ചെറുപ്പത്തിൽ തന്നെ സർവീസിൽ കയറി നല്ല രീതിയിലുള്ള ശമ്പളമൊക്കെയാണ് അവര് ഏൺ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് നല്ലൊരു സാലറി ആണല്ലേ. ഞാൻ കഴിഞ്ഞ 10 വർഷത്തോളമായി CBSE സ്കൂളുകളിലൊക്കെ പോയിട്ട് എനിക്ക് B.Ed കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാലറി ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ഡബിൾ ഡിഗ്രി വരെ ഉണ്ട്. അവരൊന്നും തന്നെ ഒരു PSC പരീക്ഷയെ എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അല്ലെ. പലരും തൊഴിലില്ലായ്മ കൊണ്ട് രൂക്ഷമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേരും നാട്ടിൽ നിൽക്കുന്നില്ല, എല്ലാവരും പുറത്തേക്ക് കയറി പോവാണ്. അവിടെ ചെന്നിട്ട് എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ജോലിയുള്ള തുച്ഛമായ ശമ്പളമുള്ള ജോലിയായിരിക്കും. നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. നമുക്ക് ചുറ്റിലുമുള്ള അവസരങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മള് ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുന്നതിനേക്കാളും നല്ലത്, അതൊക്കെ നല്ലത് തന്നെയാണ്. എങ്കിൽ പോലും അതോടൊപ്പം തന്നെ നമ്മൾ PSC പരീക്ഷകൾ എഴുതുക, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. കാരണം പഠിച്ചിങ്ങനെ പോകുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി നേടുക, നമ്മുടെ കുടുംബത്തിന് ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പഠിക്കുന്നത് തന്നെ നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് അതല്ല ഒരു കഴിവ് എന്ന് പറയുന്നത്. അല്ലാതെ പഠിച്ചു പോയി എന്നിട്ട് ഒരുപാട് ഡിഗ്രി ഒക്കെ എടുത്തിട്ടും ഈ ശമ്പളം കുറവ് കിട്ടുന്നതാണോ നല്ലത്? എത്രയും പെട്ടെന്ന് തന്നെ നല്ല ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് കയറി പറ്റുകയാണോ നല്ലത്? അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. നമ്മൾ പഠിച്ചുപോയി. എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജോലി നേടണം എന്നുള്ളത് ഒരു ലക്ഷ്യം, ആഗ്രഹമായിരുന്നു. അത് ഞാൻ നേടി. പക്ഷെ എന്നെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഈ CBSE സ്കൂൾസിൽ പോകുന്നതിന് പകരം, ജോലിക്ക് പോകുന്നതിന് പകരം PSC എഴുതി ഒരു ജോലി നേടൂ, അതിനുവേണ്ടി ശ്രമിക്കൂ എന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിലൂടെ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, നമുക്കും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് പോലും ഇതൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ്. കാരണം ഞാൻ B.Ed കഴിഞ്ഞിട്ട് 10 വർഷത്തിലധികമായിട്ടുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഞാൻ ടോട്ടലി മറന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു 1.5 മാസം കൊണ്ട് ഞാൻ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചപ്പം എനിക്കത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റി. കേട്ടിട്ട് പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല എങ്കിലും ജയിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എഴുതിയതിൽ നിന്ന് വെച്ചിട്ട് എനിക്ക് ജയിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതിനൊക്കെ പറ്റും. ആ ഒരു ഉള്ളീന്ന് ഒരു തീയാണ് നമുക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി നേടുക എന്നുള്ളത്. അപ്പം
ഈ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.